ചേട്ടാ, പാലക്കാട് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതലും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് ഇവിടുത്തെ BJP നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികളാണ്, അല്ലെങ്കിൽ NDAയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥാനാർത്ഥികളായിട്ട് സിനിമാ താരങ്ങളെ ഏറ്റവും കൂടുതൽ നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥികൾ തന്നെയല്ലേ? രാഹുൽ, സിനിമാ താരങ്ങൾ ആണെന്നുള്ളത് ഇരുന്നോട്ടെ, ആദ്യം രാഷ്ട്രീയം അറിയണം. എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നറിയണം. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, മറ്റേ ഈ ഗോലി കളിയല്ല, ബാഡ്മിൻ്റൺ കളിയുമല്ല, ഷോ കാണിക്കാൻ ഇവിടെ മറ്റേ സൗന്ദര്യ മത്സരവും അല്ല. ആദ്യം അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, ഇത് നമ്മൾ കുറ്റമൊന്നും പറയുന്നതല്ല, ബഹുമാനപ്പെട്ട സാർ, ആദ്യം ഇത് രാഷ്ട്രീയം എന്തെന്ന് അറിയുന്നവരെ നിങ്ങൾ കൊണ്ടുവരണം സാർ. പിഷാരടിയെ നിങ്ങൾക്ക് കുറ്റം പറയാനൊന്നും യാതൊരു യോഗ്യതയില്ല. പിഷാരടിക്ക് രാഷ്ട്രീയം എന്തെന്നറിയാം. രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയാത്ത കുട്ടിയും കോലും കളിച്ചിടക്കുന്ന നാടൻ ഭാഷയിൽ പറയും. അതുമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടിൽ ചെല്ലം കളിച്ചിടക്കുന്ന പിള്ളേരെയൊക്കെ ഭർത്താവിനോട് ചെല്ലം, അല്ലെങ്കിൽ ആ വീട്ടിൽ ചെല്ലം, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ട് എന്തിനാണ് സാർ ഇങ്ങനെ കെട്ടിയിറക്കുന്നത്? ഇവർക്ക് ഇത്രയ്ക്ക് നിങ്ങൾക്ക് ദാരിദ്ര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും ആരെങ്കിലുമൊക്കെ കൊണ്ടുപോവാ. രാഷ്ട്രീയം അറിയണം, പിഷാരടിക്ക് രാഷ്ട്രീയം അറിയാം. അല്ല, ഈ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം വീണ നായർ 2020 സ്ഥാനാർത്ഥിയായിരുന്നു. വോട്ടർ ലിസ്റ്റ് പേരില്ലാത്തതുകൊണ്ട് മത്സരിക്കൽ നിന്നും പിന്മാറുന്നതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞാണ് എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നുമ്പോൾ മാത്രമേ ഞാൻ വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കൂ. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ഒരു ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് നമ്മുടെ നേതാക്കന്മാർ ആരാണോ അവരെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും നമ്മള് നോട്ടയ്ക്ക് കുത്തിയാലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ പോയി, അതായത് നമ്മൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ സമ്മതിദാന അവകാശം എന്ന് പറയുന്നത് ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അല്ല, ഇവരെ പോലുള്ള ആളുകൾ ഇന്നത്തെ പല തലമുറയിലുള്ള പല ആളുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ എന്തിനാണ് ഇവമാർക്കൊക്കെ വോട്ട് ചെയ്യുന്നത്, ഇമാർക്കൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് ഇമാരൊക്കെ എനിക്ക് എന്താണ് തരുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിന് എന്താണ് കൊടുക്കുന്നത്? നല്ല ആളുകളെ വിജയിപ്പിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? വോട്ട് ചെയ്യാതെ പോയിട്ട് ഇവിടെ ഉള്ള സംവിധാനത്തെയും ഇവിടുത്തെ ഭരണാധികാരിയെയും ചീത്ത വിളിക്കാൻ എന്ത് അധികാരമാണ്? വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വിളിക്കാം, ഞാനും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണ്, അല്ലെങ്കിൽ ഞാനും വോട്ട് ചെയ്ത ഒരാളാണ്, ഞാനും ഒരു ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പങ്കാളിയാണ് എന്നുള്ള രീതിയിൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഞാനും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും ഇവരെ പോലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്താൽ മതി, എന്തിനാണ് ഇവന്മാരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്? ഈ ധാരണയാണ് ആദ്യം മാറ്റേണ്ടത്. അതായത് ജനാധിപത്യ ബോധം ആദ്യമേ വേണം. നമ്മൾ വോട്ട് ചെയ്ത് നമ്മളാണ് നമുക്ക് വേണ്ടുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്, നമ്മുടെ ഒരു വോട്ടിനും വിലയുണ്ട് എന്നുള്ള സാധാരണമായിട്ടൊരു ബോധ്യം അത് ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഇവർ പണ്ടേ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടർ ലിസ്റ്റ് പേരെങ്കിലും ചേർത്തേനെ. ഇത് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മത്സര രംഗത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും പാർട്ടി വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സീറ്റോ? മത്സരിക്കാനോ? MLA ആയിട്ടോ? എത്തി വന്നു, പോസ്റ്റർ അടിച്ചിറക്കുന്നു, ഫ്ലക്സ് അടിച്ചിറക്കുന്നു, വാഹന പ്രചാരണ ജാഥയ്ക്ക് പോകാൻ പോകുന്നു, നോമിനേഷൻ കൊടുക്കാൻ നേരത്ത് വോട്ടർ ലിസ്റ്റ് പേരില്ല, മത്സരിക്കാൻ കഴിയില്ല. എനിക്കറിയില്ല രാഹുൽ, ഇതിനൊക്കെ പറയാനായിട്ട് ഇതിനൊക്കെ എന്ത് പറയണം? എന്താണ് രാഷ്ട്രീയം? അത്രയ്ക്ക് ഗതികെട്ടവരാണ് ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ പിന്നെ ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുക? പെയിന്റ് അടിച്ചും ചുവരെഴുതിയും പാർട്ടിക്ക് വേണ്ടി ഇംഗ്ലോ വിളിച്ചും പോലീസിന്റെ തല്ലും കൊണ്ട് ഇവിടെ എത്രയോ പ്രവർത്തനമുണ്ട്. അവരുടെ ഇവർക്ക് ഒരാളെ കണ്ടെത്താനില്ലേ? നാണക്കേട്. ഇതിനകത്ത് മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പിഷാരടിയിലേക്ക് വരികയാണെങ്കിൽ ഈ ആളുകളാണ് പിഷാരടിയെ ചീത്ത വിളിക്കുന്നത്. അതായത് എനിക്ക് വേണമെങ്കിൽ ഞാൻ തോന്നിയ ആൾക്ക് വോട്ട് കൊടുക്കും, എനിക്ക് വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല, ഞാൻ വോട്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് പിഷാരടിയെ കളിയാക്കുന്നത്. അല്ല, രാഹുൽ പറഞ്ഞ പോലെ സമ്മതിദാന അവകാശം, അതായത് സ്വന്തമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, എന്തിനു വോട്ട് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ എന്താണ് മറ്റു പ്രക്രിയകൾ? ഇവിടെ ജനം തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ, ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ വോട്ട് ചെയ്യുന്നില്ലെന്ന് പറയുന്നവർക്ക് ഈ അധികാരികളുടെ മുന്നിൽ, അതായത് ഈ സർക്കാരിന്റെ മുന്നിൽ ഒരു തുണ്ട് പേപ്പറും കൊണ്ട് ഒരു ആവശ്യത്തിനെങ്കിലും പോവേണ്ടി വരില്ല എന്ന് ഇവർക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും? ഇല്ല, ഒരിക്കലും കഴിയില്ല. എന്തിനിങ്ങനെ പറഞ്ഞ എന്ത് വർത്താനം ഇതിനെ പറയാനൊന്നുമില്ല. ക്യാമറയുടെ മുമ്പേ ആയിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാമായിരുന്നു. എന്തിനീ പറയുന്ന വർത്താനമൊക്കെ പറയണേ? പറഞ്ഞോളൂ, പിഷാരടിയുടെ കാര്യം പറഞ്ഞോളൂ. ഇങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ പിഷാരടിയെ കളിയാക്കുന്നത്. പിഷാരടിയുടെ ജനാധിപത്യ ബോധത്തെ കുറിച്ച് അറിയണമെങ്കിൽ ശൈലികൾ അറിഞ്ഞാൽ മതി. ഇപ്പോ നമുക്കറിയാം, ഇതേപോലെ ബുക്ക് ഫെസ്റ്റുകൾ അല്ലെങ്കിൽ മാതൃഭൂമി ഫെസ്റ്റിവൽ ഒക്കെ നടക്കുമല്ലോ. മാതൃഭൂമിയുടെ വിളിക്കുക എന്ന് പറഞ്ഞാൽ
പിഷാരടിയെ വിളിക്കാൻ സംസാരിക്കാൻ അല്ല, വിളിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ സംസാര ശൈലി അത് രാഹുലെ അതിന് പത്രം വായിക്കണം. സാമൂഹിക 24 മണിക്കൂറും ഇന്ന് മാധ്യമങ്ങളിൽ ഞാൻ ഏതോ പത്രത്താളിൽ കണ്ടു, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ചെറുപ്പക്കാരിൽ വരുത്തിയിരിക്കുന്ന ഡീമെറിറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ വെറുതെ ഇങ്ങനെ ആക്കി പോയാൽ അങ്ങനെയല്ല. അതിലെനിക്ക് തിരുത്തലുണ്ട്. അതായത് ഡീമെറിറ്റ് ആണെങ്കിൽ അതിനകത്ത് മെറിറ്റും ഉണ്ട്. മെറിറ്റ് എന്ന് പറയാൻ കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടുത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് മാധ്യമങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിയിലേക്ക് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ പ്രിന്റ് മീഡിയ നമുക്ക് അങ്ങനെ എഴുതി കളയാൻ കഴിയില്ല. പ്രിന്റ് മീഡിയയിൽ ആധികാരികത ഉണ്ട്. അല്ല, എന്ത് തന്നെയാണെങ്കിലും പ്രിന്റ് മീഡിയ വരാൻ വേണ്ടിയിട്ടുള്ള താമസവും മറ്റു കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് ഇൻഫർമേഷന്റെ അത് ഈ പറയുന്ന മാധ്യമങ്ങളെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നൊരു വാർത്തയാണ്, ഞാൻ രാഹുലിന് അത് വായിക്കാൻ തരാം. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അത് സ്വാഭാവികമായിട്ട് അത് ഉപയോഗിക്കുന്ന ആളുകൾക്കനുസരിച്ചിരിക്കും. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഈ വെറും ഒരു 4 ചതുരത്തിനുള്ളിൽ നമ്മുടെ മൈൻഡോ നമ്മുടെ ജീവിതമോ ആയി പോകരുത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിഷയം ഈ സ്ക്രീനിനകത്ത് ചുരുങ്ങിപ്പോയൊരു മനസ്സ്. അതാണ് ഈ പറയുന്ന കമന്റുകളൊക്കെ വരുന്നത്. എന്താണ് ജനാധിപത്യം? ആ സ്ക്രീൻ കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്നതും ആ സ്ക്രീൻ കൊണ്ട് ജീവിതം രക്ഷപ്പെടുന്ന അതെല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്താണ് സമ്മതിദാന അവകാശം, എന്താണ് വോട്ട്, എന്താണ് ഒരു പൗരൻ ചെയ്യേണ്ട എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ വെറുതെ വന്ന് ഇതിലൂടെ നിങ്ങൾ സമ്പാദിക്കുന്നു പറഞ്ഞാൽ അതൊന്നും എനിക്ക് അംഗീകരിച്ചു. അപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോ പിഷാരടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോ പിഷാരടിയെ സംബന്ധിച്ച് 10 കൊല്ലം മുമ്പിട്ടാണ് പിഷാരടി കോൺഗ്രസ് വേദികളിൽ വന്നു തുടങ്ങിയത്, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയത്. ആ സമയ കാലഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് ഇവിടെ ഇടതുപക്ഷം തന്നെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഇടതുപക്ഷത്തിൽ നിന്നാണ്, അതായത് സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇടതുപക്ഷത്തുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും രാഷ്ട്രീയം പറയാനായിട്ട് പോകാറില്ല. കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പല ഭാഗത്തു നിന്നും ഒഴിവാക്കി വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് പിഷാരടി കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് വരുന്നത്, കോൺഗ്രസിന്റെ വേദികൾ സംസാരിക്കാൻ വരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഒരേ സമയം ചിരിപ്പിക്കുകയും അതേ സമയം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് പിഷാരടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. അവിടെ ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് കോൺഗ്രസ് ബലി കൊടുത്തതാണ് പിഷാരടി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ബലി കൊടുത്തത് CPM എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഒരു പെയ്ഡ് സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ട് ശരി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അവിടെ CPM-ന്റെ വോട്ടുകളാണ് ആരവിടെ വിജയിക്കണം എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കണോ പിഷാരടി ജയിക്കണോ എന്ന് അവിടെ തീരുമാനിക്കാൻ പോകുന്നത് അവിടുത്തെ CPM എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അത്രയും വോട്ട് ഷെയർ ഉണ്ടായിരുന്നു CPM-ന്. അവിടെ കാലങ്ങളായിട്ട് വിജയിച്ചുകൊണ്ടിരുന്നത് CPM ആയിരുന്നു. പിന്നീടാണ് ഷഫി പറമ്പിലൊക്കെ വന്നത്. ഇപ്പോൾ ഷഫി പറമ്പിൽ 2 തവണ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു. അവിടെ ഭൂരിപക്ഷം കൂടി വന്നിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ ആദ്യ തവണ ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് തോൽപ്പിക്കുന്നത്. രണ്ടാമത്തെ തവണ ശ്രീധരനാണ് വരുന്നത്. അപ്പോൾ മെട്രോമാൻ ശ്രീധരൻ. അപ്പം ശ്രീധരനുമായി വലിയൊരു ഫൈറ്റാണ് ഉണ്ടായത്. പക്ഷെ രണ്ടാമത്തെ ടൈമിലേക്ക് നമ്മൾ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം അവിടെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുന്നത്. അപ്പോൾ ആ ഭൂരിപക്ഷം അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാലക്കാടിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ടെങ്കിൽ പോലും പിഷാരടിക്ക് അവിടെ നിൽക്കാൻ കഴിയും, പിഷാരടിക്ക് അവിടെ നെഞ്ചു വിരിച്ച് നിൽക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം കോൺഗ്രസ് ഉണ്ടായതുകൊണ്ടാണ് പിഷാരടി തന്നെ അവിടെ നിർത്തിയത്. തീർച്ചയായിട്ടും. അല്ല, പിഷാരടിക്ക് രാഷ്ട്രീയം കൃത്യമായി അറിയാം. ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ അദ്ദേഹം ഇന്നലെ വന്ന് കയറി സ്ഥാനാർത്ഥിയായ ആളല്ല. പിന്നെ കലാകാരന്മാർക്ക് രാഷ്ട്രീയം ഉണ്ട് അവരുടെ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് ആ രാഷ്ട്രീയം പറഞ്ഞുകൂടാന്ന് ഒരു വേദിയിൽ ഒരിടത്തും ആരും എഴുതി വെച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണെന്ന് തോന്നുന്നു രാജസേനൻ ഈ പറയുന്ന രീതിയിൽ NDA BJP-യിൽ അംഗത്വത്തിന് ചേർത്ത രാജസേനൻ എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട്. അദ്ദേഹം നമുക്ക് ഈ പറയുന്നത് തിരുവനന്തപുരത്തുകാരനായ സംവിധായകനാണ്. അദ്ദേഹം അതിൽ നിന്ന് വിട്ട് CPM-ലാണ് ഇപ്പോൾ അദ്ദേഹം. ഇത്രയും കുറ്റം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ പത്തനാപുരത്ത് BJP സ്ഥാനാർത്ഥി ഭീമൻ രഘു ഇപ്പൊ ഏതില്ല CPM-ലെ കണ്ടാണ്. കലാകാരന് രാഷ്ട്രീയമുണ്ട് സാർ. ഈ പറയുന്നവരോട് നമുക്ക് പറയാനുള്ള കലാകാരന് സ്വാഭാവികമായിട്ടും ഈ സിനിമാ താരങ്ങളെ ആദ്യമേ അവതരിപ്പിക്കുന്നത് BJP-ക്കാരാണ്. അവർക്ക് രാഷ്ട്രീയം ഉണ്ട്. അതിനിപ്പോ പിഷാരടി എവരോട് പോയെങ്കിൽ ഇവര് നല്ലതെന്ന് പറഞ്ഞേനെ അല്ലേ. പിഷാരടിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പിഷാരടിക്ക് അറിയാം കോൺഗ്രസ് എന്താണെന്ന്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ പിന്നെ ചിന്തിക്കാൻ ആദ്യം ചിരിപ്പിക്കും, പിന്നെ നമ്മളെ ചിന്തിപ്പിക്കും. ഇല്ലാതെ വെറുതെ ഒന്നും കോൺഗ്രസ് ഒന്നും ഈ പറയുന്ന ഈ സീറ്റ് നഷ്ടപ്പെടുത്താൻ ആരെങ്കിലും അതിലേക്ക് ചെയ്യൂ. പാലക്കാട് കൊണ്ടുവന്ന് ആര് കൊണ്ട് കളയും? അങ്ങനെ ഒരിക്കലും CPM കോൺഗ്രസ് പാർട്ടി ചെയ്യില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാലക്കാട് നല്ലൊരു സ്ഥാനാർത്ഥി ഇട്ടില്ലെങ്കിൽ
കോൺഗ്രസിന് അവരുടെ തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരുടെ കുറ്റമാണ്? കോൺഗ്രസിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു എല്ലാവരും പറയും കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥി അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ രമേശ് പിഷാരടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. രമേശ് പിഷാരടിയെ സംബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന ആളാണ്. പാലക്കാടിനെ സംബന്ധിച്ച് രമേശ് പിഷാരടി ആർക്കും പാലക്കാട് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. പുതിയൊരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തെ പിന്നെ പരിചയപ്പെടുത്തണം, അദ്ദേഹം ആരാണ്, അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ഒരു നേതാവായിരിക്കണം, അത്രയും പ്രശസ്തനായിരിക്കണം, ജയിക്കണം, അല്ലെ എല്ലാ മാനദണ്ഡവും നോക്കണ്ടേ. പിന്നെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ കയറി മെഴുകുന്നവർക്ക് കാര്യം അവർക്ക് ആയിരുന്നെങ്കിൽ നല്ലത്. പിന്നെ അവർ ഈ പറയുന്ന പോലെ ഈ കാണിച്ചിരിക്കും നമ്മൾ പറഞ്ഞ പിന്നെ മറ്റൊരു വീണാ നായരുടെ കാര്യം പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് അനൂപ് ലക്ഷ്മിപ്രിയയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറയും തിരുവനന്തപുരത്ത് ശ്രീശാന്തിനെ കൊണ്ടിറക്കി. തിരുവനന്തപുരം മണ്ഡലത്തിൽ ശ്രീശാന്തിന് എന്തറിയാം രാഷ്ട്രീയത്തെക്കുറിച്ച്? കൃഷ്ണകുമാറിനെ കൊണ്ട് 2 പ്രാവശ്യം, കൃഷ്ണകുമാർ ഇപ്പോഴാണ് കുറച്ചെങ്കിലും BJP രാഷ്ട്രീയം എന്തെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ BJP രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്തെന്ന് അറിയുന്നവരെ സ്ഥാനാർത്ഥിയാക്കാൻ പരാജയപ്പെടുന്ന ഈ പാർട്ടി ഈ പറയുന്ന പോലെ പിഷാരടിയൊക്കെ പറയാൻ ഇവർക്ക് എന്ത് യോഗ്യത? തീർച്ചയായിട്ടും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറയുന്ന ആളുകൾ അവർ കൃത്യമായിട്ട് രാഷ്ട്രീയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ പിഷാരടിയുടെ രാഷ്ട്രീയം എന്താണ്, ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഇത് എത്ര തന്നെ ആണെങ്കിലും അവസാനം ഏത് പാർട്ടി ഏതാള് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ ചെല്ലുമ്പോൾ അവസാനം ഈ ചൂണ്ടുവിരല് ചെല്ലുന്നതിന് മുന്നേ ഈ പറഞ്ഞതെല്ലാം ഏത് പാർട്ടി എങ്ങനെ ആയിരിക്കണം, എന്ത് വ്യക്തി ആയിരിക്കണമെന്ന് ഒരു 10 തവണയെങ്കിലും ആ മിഷന്റെ മുമ്പേ ഒന്ന് ചിന്തിച്ചിട്ടേ കുത്തുള്ളൂ. അതെ, അതായത് ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ജ്യോതിർ ഘോഷ് സാറുമായി സംസാരിക്കുന്ന സമയത്ത് പത്തനാപുരത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഗണേഷ് കുമാറിനും ജ്യോതികുമാർ ചാമക്കാലയ്ക്കും മാത്രമല്ല, അവിടെ പത്തനാപുരത്തെ ജനങ്ങളുടെ മൂല്യം കൂടെ നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഏത് നാടായിരുന്നു? അതേപോലെ തന്നെയാണ് ഇപ്പൊ പാലക്കാടാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളുടെ മൂല്യബോധം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ഇത്രത്തോളം പ്രസക്തി ഉണ്ടാകുന്നതും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് പാർട്ടികൾ പഠിച്ച പടി 18 നോക്കുന്നതും പല പല സ്കിറ്റുകൾ ഇറക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത്രയും ജനങ്ങളുടെ സമ്മതിദാന അവകാശം അവരൊരു ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു 10 വോട്ട് കിട്ടുകയാണെങ്കിലും 100 വോട്ട് കിട്ടുകയാണെങ്കിലും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ്.